കൽപ്പാത്തി തെരുവുകളിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് രഥം ഉരുണ്ടുകൊണ്ടിരിക്കുന്ന തെരുവുകളാണ് ഈ കാണുന്നത്. ജനനിബിഡമാണ്. അതുമാത്രമല്ല, തെരുവിൻ്റെ 2 സൈഡിലും തെരുവ് കച്ചവടക്കാരും നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ ഈ കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. തെരുവിൻ്റെ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ വലിയൊരു തേര് അവിടെ വലിക്കാനായിട്ട് അല്ല ഉരുട്ടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുണ്ടാവുക. അടിപൊളിയായിട്ടുള്ളൊരു തേരാണ്, സൂപ്പർ തേര് എന്ന് തന്നെ പറയാം. ഒരുപാട് ജനങ്ങളും അത് തേര് വലിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. ഇതേമാതിരി തെരുവിൻ്റെ പല ഭാഗങ്ങളിലും ഇതേമാതിരി തേരുകൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ഉത്സവം. കൽപ്പാത്തിലെ ഒരു മെയിൻ ക്ഷേത്രമാണ്. ഇവിടെയാണ് ഇന്നത്തെ ഉത്സവം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ മേളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ കേരളത്തിൽ അങ്ങനെ കേൾക്കാത്തൊരു താളത്തിലാണ് ഒരു കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ഉത്സവം. ഈ കൽപ്പാത്തിയിൽ തന്നെ വേറെയും 5-6 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ. അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടാ പുഴ. അപ്പോൾ കണ്ട ഈ ഒരു പുഴയിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഈ പുഴയാണ് കൽപ്പാത്തി പുഴ. അത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പുഴ, അതിമനോഹരമായിട്ടുള്ള ഒരു പുഴയാണ് ഈ കൽപ്പാത്തി പുഴ. പിന്നെ അതിൻ്റെ ചുറ്റും വലിയ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിറച്ച് വെള്ളമുണ്ട്. പക്ഷെ വേനലായി കഴിഞ്ഞാൽ അത് വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പുഴ തന്നെയാണ്. ഇപ്പം നമ്മൾ തെരുവിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു വലിയൊരു കൂറ്റൻ 3 രഥങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മനോഹരമായിട്ടുള്ള രഥങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. 3 ഗംഭീര രഥങ്ങളെന്ന് തന്നെ പറയാം. ചുറ്റും ഒരുപാട് ജനങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രഥം വലിക്കാൻ വേണ്ടിയിട്ട്. അതൊരു മനോഹര കാഴ്ച തന്നെയാണ് കണ്ട. സൂപ്പറായിട്ട് അതിൻ്റെ രഥത്തിൻ്റെ ഉള്ളിലൊക്കെ പിള്ളേരൊക്കെയാണ് അധികം ഉള്ളത്. വലിയ ആൾക്കാരും പിള്ളേരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ രഥം വലിക്കാൻ താഴത്ത് കുറേ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ട്, ഒരു സന്യാസി സംഘടനയാണ്. അവരുടെ ഒരു പവലിയനാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഒരു ഗംഭീര സംഭവം തന്നെ. ഒരുപാട് ശിവലിംഗങ്ങൾ ഇങ്ങനെ ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന ശിവലിംഗങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണാടി കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അതെന്താണെന്നൊരു പിടുത്തമില്ല. ഇത് കൽപ്പാത്തി തെരുവിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു ക്ഷേത്രമാണ്. ഇതൊരു ഗണപതി ക്ഷേത്രമാണ്, തെറ്റില്ലാത്ത ഒരു ഗണപതി ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളത്. ഈ കൽപ്പാത്തി തെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം വിസ്തൃതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പോയി നോക്കാം. കുറച്ച് തെരുവുകൾ, തിരക്കൊന്നുമില്ലാത്ത കുറച്ച് തെരുവുകളിൽ നമുക്ക് പോയി നോക്കാം. ഈ ഒരു തെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ള ഒരു തെരുവാണ്. പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, ആരും കാണുന്നില്ല, എല്ലാവരും ഉത്സവ തിരക്കിലാണ്. അത് മാത്രമല്ല ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരും പിന്നെ അവരവരുടെ കാറൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് നല്ല വീടുകളും കുറച്ച് പഴയ വീടുകളൊക്കെയാണ് ഈ ഒരു തെരുവിൽ കാണുന്നുള്ളത്. കണ്ട കുറച്ച് പുതിയ വീടുകളൊക്കെ ഉണ്ട്. ഈ പുതിയ വീടുകളൊക്കെ പഴയ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതന്നെ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ തെരുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. കാരണം വെച്ചെങ്കിൽ പുതിയ പുതിയ വീടുകൾ ഉണ്ടാക്കണം. അല്ല വെച്ചാൽ പഴയ വീടുകൾ പൊളിച്ചിട്ട് പുതിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ ആ പഴയ ഒരു സ്ട്രക്ചറിൽ തന്നെ ഉണ്ടാക്കണം. കണ്ടു കഴിഞ്ഞാൽ ഓടിട്ടതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് വാർപ്പ് വീടാണ്. അതുമ്പോൾ ഓടൊക്കെ പതിച്ചിട്ടുള്ള ഒരു പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ വീടുകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റി ഈ തെരുവുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ പൈതൃകം നിലനിർത്താൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഈ ഒരു തെരുവിനെ സംബന്ധിച്ചിട്ട്. ഈ കൽപ്പാത്തി തെരുവിൽ മിക്ക വീടുകളുടെ മുറ്റത്തും കോലം വരച്ചിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതവിടെ വേറൊരു ക്ഷേത്രം ഉണ്ട്, അതൊന്ന് പോയി നോക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരദരാജ പെരുമാൾ, ഗോവിന്ദരാജ പെരുമാൾ എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ക്യാമറയൊന്നും അലൗഡല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൽപ്പാത്തി പുഴയുടെ മറ്റൊരു ഭാഗം കാണിച്ചിട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗം. ഇവിടെ കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെയായിട്ടൊരു ഡാമുമാരി ഇങ്ങനെ ഉണ്ടാക്കിയേക്കാണ്. മഴക്കുള്ള കാലം, ഇപ്പോൾ മഴക്കാലമായ കാരണം തന്നെ നല്ലോണം വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ കാണാൻ മനോഹരമായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വലിയ മലനിരകൾ കാണാം. അതൊക്കെ നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെയാണത്. കണ്ടോ, നല്ലോണം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കൽപ്പാത്തി തെരുവുകളിലേക്ക് തന്നെ പോയി നോക്കാം. ഉത്സവം ഏതുവരെ എത്തി, രഥങ്ങളൊക്കെ ഏതുവരെ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കാം.
ഇതാ ഇവിടെ ഒരു അടിപൊളി രഥമുണ്ട്. ഇവിടെ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും ഒരു കൂറ്റൻ രഥം തന്നെയാണ്. അത് വലിയൊരു രഥം തന്നെ പറയാം. എന്താ മനോഹരമായിട്ടുള്ള രഥം. ഈ രഥങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ ജനങ്ങളുടെ തിക്കും തിരക്ക് തന്നെയുണ്ട്. അത് ഇവിടെ വേറൊരു തേര് കൂടി നിൽക്കുന്നുണ്ട്. തേരല്ല രഥം. അതും മനോഹരമായിട്ടുള്ള വലിയ കൂറ്റൻ രഥം തന്നെയാണ്. ഇവിടെ ചെറിയൊരു ഗാനമേളൊക്കെ നടക്കുന്നുണ്ട്. ഇത് തെരുവിൻ്റെ മറ്റൊരു ഭാഗമാണ്. അവിടെയും ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അത് ശ്രീ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെ ഒരു ക്ഷേത്രമാണിത്. ഇതും അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. അതും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള തെരുവിലൊക്കെ ജനങ്ങളുടെ അയ്യരുകൾ തന്നെയാണ് കേട്ടോ. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിലും ഈ കൽപ്പാത്തി പുഴയുടെ മറ്റൊരു ഭാഗം കാണാം. അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കൽപ്പാത്തി തെരുവും രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.